അഗ്ലോണിമാസ് വെറൈറ്റി ഏതായിക്കോട്ടെ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഒന്നിടവിട്ട ദിവസത്തിൽ ഒരു 20 ദിവസം നമുക്ക് ഈ ഒരു വളം നമുക്ക് തുടർച്ചയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. സീറോ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഇലയിലൊന്ന് നമുക്ക് തെളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. തണ്ട് നിറയെ ബേബി പ്ലാന്റുകൾ വരും. അതേപോലെ തന്നെ ചുവട്ടിൽ നിറച്ചും ബേബി പ്ലാന്റുകൾ പോട്ടിൽ തിങ്ങി നിറയും. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് തണ്ടിൽ ഏകദേശം 8ൽ കൂടുതൽ കുഞ്ഞ് ബേബി പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. കൃത്യമായി പ്രൂൺ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് മണ്ണിൻ്റെ അടിയിൽ നിന്നും അതേപോലെ തന്നെ ഈ ഒരു സ്റ്റെമ്മിൽ നിറച്ചും നമുക്ക് ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു വളം ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം പോട്ടി മിക്സ് റീപോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പോട്ടി മിക്സിലൊക്കെ നമുക്ക് ഒരുപാട് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ, കൃത്യമായിട്ട്. ഈ വളങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ചെടിക്ക് ചിലപ്പം നന്നായിട്ട് വലിച്ചെടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. pH ലെവലിൻ്റെ പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് ആ pH ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വളം നമ്മൾ മുന്നേ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒരു 6 മാസത്തിലൊരു പ്രാവശ്യമൊക്കെ നമുക്ക് കൃത്യമായ രീതിയിൽ ഇടവേളകളിൽ ചെയ്താൽ നമുക്ക് ഇതേപോലെ കുഞ്ഞു ബേബി പ്ലാന്റുകൾ നിറച്ച് കിട്ടും കേട്ടോ. ഇതേപോലെ നമുക്ക് മുരടിച്ചതോ ഇല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് മുരടിച്ച ഒരു ചെടിയിൽ നിന്ന് കണ്ടോ നമ്മൾ ഇതേപോലെ നിറച്ച് ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. അപ്പോൾ കണ്ടോ നമുക്കിതിൽ ഏകദേശം 4ൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഇതിൻ്റെ അടിഭാഗത്തുനിന്നും തണ്ട് ഭാഗത്തുനിന്നുമായിട്ട് വരുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് വരും കേട്ടോ. മുമ്പ് ഞാൻ കാണിച്ച പോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരുപാട് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ തണ്ട് നിറച്ച് നമുക്ക് ബേബി പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു പോട്ടിൽ ഈ ഒരു ചെടിയുടെ അടിഭാഗത്തുനിന്ന് നമുക്ക് ബേബി പ്ലാന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതേപോലെ ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. ഇതേപോലെ നമുക്ക് 4-5 ഇലകളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെന്താണ് പ്രശ്നം എന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം, ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു മണ്ണൊക്കെ പോട്ടി മിക്സൊക്കെ മുമ്പ് പറഞ്ഞ പോട്ടി മിക്സ് ഉപയോഗിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം 1 മാസം നമ്മൾ അതേപോലെ വെക്കുക. നല്ല ആ ഒരു പുതിയ വേരുകളൊക്കെ വരാൻ തുടങ്ങും. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു തണ്ട് ഏകദേശം 5-6 നോഡുകൾ മുകളിൽ വെച്ചിട്ട് ഇല വരുന്ന ആ ഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ 5-6 ഇലയുടെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു തൂമ്പ് ഭാഗം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ തണ്ടോട് കൂടി ആ ഭാഗം അത് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പോട്ടി മിക്സിൽ തന്നെ നമുക്ക് പോട്ടിൽ തന്നെ നമുക്ക് കുത്തി കൊടുക്കാം. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ഇല നമ്മളൊന്ന് അടർത്തി മാറ്റി കൊടുക്കണം. 2-3 ഇലകൾ അടർത്തി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് തന്നെ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് ആ ഒരു പഴയ പ്ലാന്റ് ഉണ്ടായിരുന്ന ആ ഒരു പോട്ടിൽ തന്നെ നമുക്ക് ഏകദേശം 4-5 നോഡുകൾ നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ട്, അല്ലെങ്കിൽ 2-3 നോഡുകൾ മണ്ണിൻ്റെ അടിഭാഗത്തേക്കാക്കി കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് നന്നായിട്ട് ഓരോ നോഡിൽ നിന്നിട്ടും വേര് വരും എന്നുള്ളതാണ്. ഇങ്ങനെ വരുന്നത് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് പെട്ടെന്ന് മുരടിച്ച ആ ഒരു പ്ലാന്റ് വളർന്നു വന്നോളും. അതോടൊപ്പം തന്നെ ബേബി പ്ലാന്റുകൾ ഇതിൻ്റെ തണ്ടിൽ നിന്ന് വരും. അതേപോലെ തന്നെ ഒരു ചുവട്ടിൽ നിന്നിട്ടും ബേബി പ്ലാന്റ് വരും. ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്ത ആ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, ആ ഒരു വെള്ളം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ മുമ്പ് പറഞ്ഞ ആ രീതിയിൽ ഒന്ന് ഇടവിട്ടിട്ട് നമുക്ക് അത്രയും ദിവസം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക. pH ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിന് നന്നായിട്ട് വളർച്ച കിട്ടാനായിട്ടും സഹായിക്കും. അപ്പം ഈ ഒരു കാര്യം ഈ ഒരു പ്ലാന്റുകളിൽ എല്ലാവരും ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒട്ടനവധി പ്രോ ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള മാജിക് ലിക്വിഡ് ഫെർട്ടിലൈസർ സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഏകദേശം 1 മാസത്തിലൊക്കെ ഒരിക്കൽ ചെയ്തു കൊടുക്കുക. വേനലൊക്കെ നന്നായിട്ട് ചൂടൊക്കെ വരുന്ന സമയത്ത് പോട്ടി മിക്സിൽ കൃത്യമായിട്ട് ഈർപ്പുണ്ടോ അല്ലെങ്കിൽ ഈർപ്പം നിലനിർത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഓവർ വാട്ടറിങ് ആവാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഓവർ വാട്ടറിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക അടിഭാഗത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയോ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾ അളിഞ്ഞു പോകാനും അതിലൂടെ ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല വളർച്ച തടസ്സപ്പെടാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പം കൃത്യമായിട്ട് പ്ലാന്റ് പരിചരിക്കാനായിട്ട് മറന്നുപോകും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇൻഡോർ പ്ലാന്റുകളെ കുറിച്ചിട്ടുള്ള മെഗാ കണ്ടൻറ്റുകളായിട്ട് നമ്മൾ വരുന്നതാണ്. ഇതുവരെ ലൈക്ക് തരാൻ മടിച്ചെന്നവർ ലൈക്ക് തരാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ട് വയ്ക്കാനും മറന്നുപോയവർ ഇത് രണ്ടും ചെയ്യാൻ മറന്നു പോകില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ വിട ചോദിക്കട്ടെ. ബൈ ബൈ.